വിമതർ ഭരണം പിടിച്ച സിറിയയുടെ 70 മുതൽ 80% വരെ സൈനിക സംവിധാനങ്ങളും തകർത്തതായി ഇസ്രയേൽ അറിയിച്ചിരിക്കുകയാണിപ്പോൾ. ബാഷർ അൽ അസദിന്റെ 24 വർഷത്തെ ഭരണം അവസാനിച്ചതിനു പിന്നാലെയാണ് ഇസ്രയേൽ സിറിയക്കെതിരെ ആക്രമണം ആരംഭിച്ചത്. 48 മണിക്കൂറിനിടെ 400-ലേറെ ആക്രമണങ്ങളാണ് ഇസ്രയേൽ സിറിയൻ മണ്ണിൽ നടത്തിയത്. സിറിയയുടെ തന്ത്രപ്രധാനമായ സൈനിക സംവിധാനങ്ങളിൽ ഭൂരിഭാഗവും തങ്ങൾ തകർത്തതായി ഇസ്രയേൽ പ്രതിരോധ സേന അവകാശപ്പെടുന്നു. ഭീകരരുടെ കൈവശമെത്തിക്കാതിരിക്കാനാണ് ഇവ തകർത്തതെന്നും IDF കൂട്ടിച്ചേർത്തു. 2 നാവിക കേന്ദ്രങ്ങളായി 15 നാവികസേന കപ്പലുകൾ, വിമാന വേദ മിസൈലുകൾ, ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ, കടലിൽ നിന്ന് തൊടുക്കാവുന്ന മിസൈലുകൾ ഉൾപ്പെടെ നിരവധി മിസൈലുകൾ എന്നിവയെല്ലാം തകർത്തതായി IDF അവകാശപ്പെട്ടു. ബാഷർ അൽ അസദിന്റെ ഭരണം വീണ ദിവസം പശ്ചിമേഷ്യയ്ക്ക് ചരിത്ര ദിനമാണെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. ഇറാൻ നേതൃത്വം നൽകുന്ന ചെകുത്താന്റെ അച്ചുതണ്ടിന്റെ പ്രധാന കണ്ണിയുടെ പതനമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. വീഡിയോ സന്ദേശത്തിലാണ് നെതന്യാഹു ഇക്കാര്യം പറഞ്ഞത്. അതേസമയം അസദ് ഭരണത്തിന്റെ പതനത്തിനു ശേഷം സിറിയയിൽ എന്ത് സംഭവിക്കുമെന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. അസദ് സർക്കാരിന്റെ തകർച്ച രാജ്യത്ത് കൂടുതൽ കടുത്ത ഇസ്ലാമിക ശക്തികൾക്ക് വഴിയൊരുക്കുമെന്നാണ് പാശ്ചാത്യ അറബ് രാജ്യങ്ങൾ ആശങ്കയെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. സിറിയയിൽ വ്യക്തമായ ഒരു ഭരണക്രമം ഇല്ലാത്തത് അസ്ഥിരതയ്ക്കും തീവ്രവാദത്തിനും കാരണമാകുമെന്ന് അമേരിക്ക, ഇസ്രായേൽ, അറബ് ശക്തികൾ എന്നിവർ ഭയപ്പെടുന്നുവെന്നാണ് അന്താരാഷ്ട്ര നയതന്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത്. ജുലാനിയുടെ നേതൃത്വത്തിലുള്ള വിമത ഗ്രൂപ്പിന് സിറിയയെ എങ്ങനെ ഭരിക്കണമെന്നും ഒന്നിലധികം വിഭാഗങ്ങളും വംശീയ ഗ്രൂപ്പുകളും അടങ്ങുന്ന സങ്കീർണമായ ജനസംഖ്യയെ എങ്ങനെ നിയന്ത്രിക്കാമെന്നും നിലവിൽ വ്യക്തമായ പദ്ധതിയൊന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിനാൽ തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ സിറിയയെ വീണ്ടും തങ്ങളുടെ കേന്ദ്രമാക്കാനും സാധ്യതയുണ്ട്. ഇക്കാരണം കൊണ്ട് തന്നെയാണ് പാശ്ചാത്യ രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും ഒരുപോലെ സിറിയയിലെ പുതിയ മാറ്റത്തെ ആശങ്കയോടെ നോക്കുന്നത്. എന്നിരുന്നാലും സിറിയയിൽ അസദിന്റെ പതനം ജൂതരാഷ്ട്രത്തിന് പ്രയോജനകരമാണെന്ന് ഇസ്രായേൽ വിദഗ്ധർ വിശ്വസിക്കുന്നു. വിമതർ ഇറാനുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കുമോ എന്നതാണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഇപ്പോഴത്തെ ആശങ്കയ്ക്ക് പിന്നിൽ. ഇതിനെ തടയിടുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇസ്രായേൽ സിറിയയിൽ ആക്രമണം നടത്തുന്നതെന്ന വിലയിരുത്തലും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും അസദിന്റെ പതനത്തെ അംഗീകരിച്ചുവെങ്കിലും പെട്ടെന്നുള്ള അധികാരമാറ്റം സിറിയയ്ക്ക് രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടമായിരിക്കും ഉണ്ടാകുക എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. കൂടാതെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി സിറിയയിലെ IS ആസ്ഥാനങ്ങൾക്കെതിരെ അമേരിക്കൻ സേന നിരവധി വ്യോമാക്രമണം നടത്തിയിരുന്നു. അതിനിടെ അസദ് ഭരണത്തിന്റെ പതനം അമേരിക്കയും ഇസ്രായേലും ആസൂത്രണം ചെയ്തതിന്റെ ഫലമാണെന്ന് ആരോപിച്ച് ഇറാൻ കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. 2011 സിറിയയിലെ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് മുതൽ സൈനിക പിന്തുണയോടെ അസദിന്റെ ഭരണം ഉയർത്തിപ്പിടിക്കാൻ ഇറാൻ വളരെയധികം സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ സഖ്യകക്ഷിയായ സിറിയയെ അധികാരത്തിൽ നിലനിർത്തുന്നതിനും എക്സിസ് ഓഫ് റെസിസ്റ്റൻസ് നിലനിർത്തുന്നതിനുമായി ഇറാൻ തങ്ങളുടെ വിപ്ലവ ഗാർഡുകളെ സിറിയയിൽ വിന്യസിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ തങ്ങളുടെ സൈന്യം സിറിയയിലില്ലെന്ന് വ്യക്തമാക്കി ഇറാനിയൻ ആർമി ചീഫ് കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇറക്കിയതോടെ സിറിയയിൽ ഇറാന് വലിയ നോട്ടമില്ലെന്നാണ് പാശ്ചാത്യ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അമേരിക്കയും ബ്രിട്ടനും തീവ്രവാദികളായി വിലക്കിയ HTS എന്ന വിമത സംഘമാണ് ഇനി സിറിയയെ നയിക്കുക എന്ന തിരിച്ചറിവാണ് പാശ്ചാത്യ ശക്തികളെ ഇപ്പോൾ അസ്വസ്ഥമാക്കിയിരിക്കുന്നത്. ആഭ്യന്തര യുദ്ധത്തിൽ അസദ് ഭരണകൂടത്തെ വീഴ്ത്തിയ ജുലാനിയും സംഘത്തെയും അമേരിക്ക പാടിപ്പുകഴ്ത്തിയെങ്കിലും അവർ അധികാരം പിടിച്ചെടുക്കുന്നതിനോട് വിയോജിപ്പുണ്ട്. പക്ഷേ അതവർ പരസ്യമായി പ്രകടിപ്പിച്ചിട്ടില്ല എന്നത് മാത്രം. 700 ടൺ വരുന്ന സിറിയയിലെ രാസ ആയുധ ശീഘ്രം തീവ്രവാദികൾ പിടിച്ചെടുത്തേക്കാമെന്ന ആവലാതിയും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.